ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നോക്കുന്നത് സ്കാൻ റിപ്പോർട്ട് നോക്കിയിട്ട് എങ്ങനെ ബേബി ജെൻഡർ പ്രെഡിക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് FHR റേറ്റ് 140 മുകളിലാണെങ്കിൽ, അതായത് ഫീറ്റൽ ഹേർട്ട് റേറ്റ് 140 മുകളിലാണെങ്കിൽ ബേബി ഗേളും 140 താഴെയാണെങ്കിൽ ബേബി ബോയ് എന്നാണ് പറയുന്നത്. ഇതിൽ ഏകദേശം ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ 9 മാസം 8 മാസം ആ സ്കാനിങ്ങിലെ റിപ്പോർട്ട് നോക്കിയാൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ സ്കാൻ റിപ്പോർട്ട് വെച്ചിട്ട് ബേബി ജെൻഡർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നുള്ളത് പ്ലാസൻ്റയുടെ പൊസിഷൻ നോക്കിയിട്ടാണ്. അതായത് മറുപിള്ളയുടെ സ്ഥാനം പോസ്റ്റീരിയർ ആണെങ്കിൽ ബേബി ബോയും ആൻറ്റീരിയർ ആണെങ്കിൽ ബേബി ഗേളും ആണെന്നാണ് പറയുന്നത്. പഠനങ്ങളിൽ ഇത് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ 80% പേർക്കും കറക്റ്റായിട്ടുള്ള റിസൾട്ടും ബാക്കി 20% പേർക്ക് മാത്രമേ തെറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ. പിന്നെ യൂറിൻ ടെസ്റ്റിൽ pH വാല്യൂ നോക്കിയിട്ടും ജെൻഡർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ കളർ ചാർട്ട്. അപ്പോൾ ഇതിൽ 0 മുതൽ 5 വരെയൊക്കെ ആണെങ്കിൽ SD ആണെങ്കിൽ ബേബി ഗേളും, 6 മുതൽ 9 വരെയാണെങ്കിൽ ബേബി ബോയും ആണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്കാൻ റിപ്പോർട്ട് നോക്കിയിട്ട് ബേബി ജെൻഡർ പ്രെഡിക്റ്റ് ചെയ്യുന്നുള്ളത്. 80% പേർക്കും കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നുള്ളത്. എന്നാൽ ബാക്കി 20% പേർക്ക് ഇതിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഇതിൽ എത്രത്തോളം ശരിയാവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും നോക്കിയതിന് ശേഷം കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലും ചൈനീസ് കലണ്ടറിൻ്റെ നോക്കിയിട്ടും ബേബി ജെൻഡർ പ്രഡിക്ഷൻ്റെ ആപ്പും ഒക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനതിൽ ചൈനീസ് കലണ്ടർ നോക്കിയിട്ട് റിപ്ലൈ തരുന്നതാണ്. വീഡിയോ 1-2 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ അത് സ്പാം ആയിട്ട് പോകും. അപ്പോൾ എനിക്കതിന് റിപ്ലൈ തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലരുടെയും കമൻസിന് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലും ഫാമിലിയോട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.